ആ പ്രിയപ്പെട്ടവരെ, ലോകകപ്പ് ഫുട്ബോൾ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ടൗണിൽ ഭയങ്കര തിക്കും തിരക്കാണ്. ഫുട്ബോളിൻ്റെ റിസൾട്ട് പറച്ചിലും പൂരപ്പറമ്പിൻ്റെ ചുറ്റും നമ്മൾ നടക്കുകയാണെങ്കിൽ പല ദിക്കുകളിലായിട്ട് ആൾക്കാർ കൂട്ടം കൂടി ഇരിക്കുന്നത് കാണാം. തലേ ദിവസം നടന്ന മത്സരത്തിൻ്റെ റിസൾട്ട് പറയുകയാണ് അവർ ചെയ്യുന്നത്. ഡിസ്കഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. പൂരപ്പറമ്പിൻ്റെ തെക്കേ ചെരുവിലും അതുപോലെ തന്നെ കിഴക്കേ ചെരുവിലും അതുപോലെ തന്നെ നായക്കനാലിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. ആളുകൾ മൈതാനത്ത് അവിടുത്തെ മൈതാനത്തിൽ ഇരുന്നിട്ട് ഫുട്ബോള് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആ വഴിയിലൂടെ നടന്നു പോകാൻ സാഹചര്യം വന്നു. അപ്പോൾ എന്നെ അറിയുന്ന ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ടോണിയങ്ങളെ, എംബാപ്പയാണോ വലുത് പെലെയാണോ വലുതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചത് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ അല്പം ഫലിതം കലർത്തി അവനോട് പറഞ്ഞു, പെലെക്ക് പേ ആദ്യം വന്നു, എംബാപ്പയ്ക്ക് പേ അവസാനമാണ് വന്നത്. അപ്പോൾ അവൻ കുടുകൂടെ ചിരിക്കാൻ തുടങ്ങി. പെലെന്ന് എഴുതുമ്പോൾ ആദ്യം PE പേ ആദ്യമാണല്ലോ, എംബാപ്പയെന്ന് എഴുതുമ്പോൾ PE അവസാനമാണല്ലോ. അത് ആ കുട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൻ ചിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ആരെയാണ് ശരിക്കുള്ള ഫുട്ബോളിൻ്റെ ചക്രവർത്തി? ഞാൻ അവനോട് പറഞ്ഞു, ആ ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ 2-3 ഉത്തരങ്ങളുണ്ട്. പല കാലഘട്ടങ്ങളിലും പല പ്രഗത്ഭരും ഫുട്ബോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 1970 വരെയാണെങ്കിൽ ഫുട്ബോളിലെ ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്നത് പെലെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പത്തിനോടൊപ്പം തന്നെ നിന്നിരുന്ന ആൽഫ്രഡ് ഡി സ്റ്റീഫാനോ, അദ്ദേഹം അർജൻറ്റീനക്കാരനാണ്. അദ്ദേഹം ക്ലബ്ബ് ഫുട്ബോളിലാണ് കൂടുതൽ തിളങ്ങിയിട്ടുള്ളത്. ലോകകപ്പിൽ അദ്ദേഹം അർജൻറ്റീനയിൽ നിന്ന് സ്പെയിൻ എന്നിങ്ങനെയുള്ള ടീമുകളിലൊക്കെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. എന്നാലും ക്ലബ്ബ് ഫുട്ബോളിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. അവിടെ പല റെക്കോർഡുകളും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ മികച്ച കളിക്കാരെന്ന് പറയുമ്പോൾ പെലെയുണ്ട്, അതുപോലെ തന്നെ ആൽഫ്രഡ് ഡി സ്റ്റീഫാനോ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കാലിന് ശരിയായ ഒരു വക്രത ഉണ്ടായിരുന്ന ബ്രസീലിൻ്റെ ഗാരിഞ്ച, അതുപോലെ തന്നെ ബ്രസീലിൻ്റെ വാവ, അതുപോലെ തന്നെ ഗില്ലാർമോ സ്റ്റെബൈൽ, അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ലിയോണിഡാസ് തുടങ്ങിയ കളിക്കാരൊക്കെ മികച്ച കളിക്കാർ തന്നെയായിരുന്നു. അത് 1970 വരെ. ഇനി 1971 മുതൽ 1990 വരെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച കളിക്കാരെന്ന് പറയാൻ 3 പേരാണ് ഉള്ളത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറഡോണ. അദ്ദേഹത്തിൻ്റെ 70കളുടെ തുടക്കത്തിലുണ്ടായിരുന്ന, ബാക്കി 2 പേരും 70കളുടെ തുടക്കത്തിലുണ്ടായിരുന്ന കളിക്കാരനാണ്. അവർ കൈസർ എന്ന പേരിട്ടിരുന്ന വെസ്റ്റ് ജർമ്മനിയുടെ ശ്രീമാൻ ബക്കൻബോവർ, അതുപോലെ തന്നെ ടോട്ടൽ ഫുട്ബോളിൻ്റെ പ്രതിഭാസം എന്നറിയപ്പെട്ടിരുന്ന യോഹാൻ ക്രൈഫ്. ഇവർ 3 പേരും ആ കാലഘട്ടം 1971 മുതൽ 90 വരെ കാലഘട്ടം അടക്കി വാണിരുന്നതാണ്. ഇവർ 3 പേരെയാണ് ഏറ്റവും ടോപ്പ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അതിൽ മറഡോണേനെ നമ്മൾ കൂടുതൽ ടോപ്പ് എന്ന് പറയണമെന്ന് മാത്രം. പക്ഷേ ഒരിക്കലും എത്താൻ പറ്റാത്ത, എന്നാൽ ഉശിരനായിട്ടുള്ള ധാരാളം കളിക്കാർ ആ കാലത്ത് ഉദയം ചെയ്തിട്ടുണ്ട്. പെറുവിൻ്റെ തിയോഫോളിയോ ക്യൂബിലാസ്, ബ്രസീലിൻ്റെ സീക്കോ, സോക്രട്ടീസ്, ഫൽക്കാവോ, ടോർണിഞ്ഞോ, സെറിസോ, അതുപോലെ തന്നെ ബ്രസീലിൻ്റെ കരേക്ക, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ മിഷേൽ പ്ലാറ്റിനി, അതുപോലെ തന്നെ ബെൽജിയത്തിൻ്റെ ഇറ്റാലിയൻ വംശജനായിരുന്ന എൻസോ ഷിഫോ,
അതുപോലെ തന്നെ സ്പെയിനിൻ്റെ എംഐലോ ബുട്രാഞ്ചിനോ, ഡെൻമാർക്കിൻ്റെ പ്രബൻ എൽജാർ, അതുപോലെ തന്നെ ജർമ്മനിയുടെ കാൾ ഹെയ്ൻസ് റുമനിഗ, അതുപോലെ തന്നെ അവരുടെ ബാക്ക് കളിച്ചിരുന്ന പോൾ ബ്രെയ്റ്റ്നർ, ഇറ്റലിയുടെ പൗളോ റോസി, അതുപോലെ തന്നെ ഇറ്റലിയുടെ മൾഡീനി, അതുപോലെ തന്നെ അവരുടെ കബ്രിനി, അതുപോലെ തന്നെ അവരുടെ ടാർഡെല്ലി, അതുപോലെ തന്നെ അവരുടെ ഒരു മികച്ച കളിക്കാരനായിരുന്നു കാർ അപകടത്തിൽ മരിച്ച സ്കിറി, അതുപോലെ തന്നെ അവരുടെ വളരെയധികം ക്രൂരമായ ടാക്ലിങ് ചെയ്തിരുന്ന ക്ലോഡിയോ ജെൻറ്റിലെ, ഇവരൊക്കെ ആ കാലഘട്ടത്തിലെ ടോപ്പ് കളിക്കാരായിരുന്നു. പിന്നെ 90 മുതൽ 2000 വരെ 90 മുതൽ 2000 വരെ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ റൊണാൾഡോ നസാരിയോ ഡി ലീമ, അതായത് ബ്രസീലുകാരൻ റൊണാൾഡോ ഫിനോമിനെന്നും ഒക്കെ അദ്ദേഹത്തെ പറയുമായിരുന്നു. അതുപോലെ തന്നെ റിവാൾഡോ, ബ്രസീലിൻ്റെ തന്നെ റോബർട്ടോ കാർലോസ്, അതുപോലെ തന്നെ ബ്രസീലിൻ്റെ കഫു, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായ സിദാൻ, അതുപോലെ തന്നെ ഇറ്റലിയുടെ മികച്ച കളിക്കാരനായിരുന്ന കനാവാരോ, ആന്ദ്രെ പിർലോ, അതുപോലെ തന്നെ ഒരുപാട് വേറെയും കളിക്കാർ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2000 തൊട്ട് 2026 വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ പീരീഡിലാണ് ലയണൽ മെസ്സി, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ എന്നിവരൊക്കെ ഉദയം ചെയ്തിട്ടുള്ളത്. അതിൽ 3 പേരും ഉഗ്രന്മാർ തന്നെയാണ്. അതിലാരാണ് വലുത് ആരാണ് ചെറുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് ഫുട്ബോളിലാണ് കൂടുതൽ തിളങ്ങിയിട്ടുള്ളത്, ലോകകപ്പിലല്ല. അദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ ക്ലബ്ബ് ഫുട്ബോളിലും പണ്ട് തിളങ്ങിയിട്ടുള്ള ഒരു കളിക്കാരൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആൽഫ്രഡ് ഡി സ്റ്റിഫാനോ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് കണക്കാക്കുകയാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇവരെക്കാളെല്ലാം വ്യത്യാസമായിട്ട് ശരീരത്തിന് വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും പ്യുവർലി ടെക്നിക്ക് കൊണ്ട് കളിച്ച് വൻ വിജയം നേടിയ ആളാണ് ലയണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ ഏത് ടീമിൻ്റെ ഉള്ളിൽ കയറി ആശാൻ ഗോളൊക്കെ അടിക്കും. അതുപോലെ തന്നെ വലിയ വിനയമുള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ബാർസലോണ അതുപോലെ തന്നെ ടീമുകളിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പെലെയായിട്ട് പോലും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെലെയുടെ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് വളരെ മോശമായിരുന്നു. വർണ്ണവിവേചനം നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പെലെയൊക്കെ എന്നുള്ളത്. ആഹാരത്തിന് വകയില്ലാതെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് കളിച്ചതും വളർന്നു വന്നതും. ഗാരിഞ്ചിയൊക്കെ അവരെ ഇപ്പോഴത്തെ പുതിയ കാലത്തെ കളിക്കാരുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ പുതിയ കളിക്കാർക്ക് ഉള്ള ഒരു അടിത്തറ അത് പെലെ പോലുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പെലെ, ആൽഫ്രഡ് ഡി സ്റ്റിഫാനോ എന്നൊക്കെ പറഞ്ഞ, അതുപോലെ തന്നെ ബക്കൻ ബൗവർ, യോഹാൻ ക്രൈഫ്, ഇവരെല്ലാം ഇവരുടെ മുൻഗാമികളാണെങ്കിലും ഒരു സ്ട്രോങ് അടിത്തറ ഈ കളിക്കാരെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അടിത്തറയിൽ നിന്ന് പൊങ്ങി വന്ന ആളുകളാണ് ഇവരെല്ലാവരും. അങ്ങനെ കണക്കാക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ ഞാൻ പൂരപ്പറമ്പിൻ്റെ സൈഡിൽ കൂടെ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയൊരു സുഹൃത്ത്, എന്താ ടോണി ചേട്ടാ ബ്രസീൽ തോറ്റുമല്ലോ, ഇനി ഏതെങ്കിലും കാലത്ത് അവർ പൊങ്ങി വരുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആശാനെ ബ്രസീൽ തോറ്റത് നോർവേയുടെ അടുത്താണ് തോറ്റത്. നോർവേ നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, ഇതിനു മുന്നേ ഇതുവരെ ഇന്നലത്തെ കളി അടക്കം മൊത്തം 5 തവണയാണ് ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഒറ്റ കളിയിൽ ബ്രസീൽ ജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലോകകപ്പിൽ 2 തവണ ബ്രസീലും മൊത്തം 5 കളികളിൽ 2 കളികൾ നടന്നിട്ടുള്ളത് ലോകകപ്പിലാണ്. 1998 ബ്രസീൽ
രണ്ടാം സ്ഥാനം നേടി. അതിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള ഒരു മത്സരത്തിൽ ബ്രസീൽ നോർവേയായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ നോർവേ 2-1 ബ്രസീലിനെ തോൽപ്പിച്ചു. അന്നത്തെ കാലത്ത് നോർവേയിലെ ഇന്ന് ഹാളണ്ട് കളിക്കുന്ന പോലെ തന്നെ പരക്കം പാഞ്ഞ് കളിച്ചിരുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ടൊറേ ആന്ത്രോ ഫ്ലോ എന്നാണ് പേര്. അദ്ദേഹം ബ്രസീലിനെതിരെ ഒരു ഗോൾ അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ബിബറ്റ ഒരു ഗോൾ മടക്കി. അത് കഴിഞ്ഞ് അവസാനത്തെ ഒരു ഗോള് പെനാൽറ്റിയിലൂടെ അടിച്ച് നോർവേ അങ്ങനെ ബ്രസീലിനെ തോൽപ്പിച്ചു. പക്ഷേ ബ്രസീൽ പിന്നീട് അങ്ങോട്ട് കളിച്ച് അന്ന് റൊണാൾഡോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ് ഒക്കെ ഉള്ള ബ്രസീലിൻ്റെ നല്ല പങ്കാലാണ്. ആ കാലത്താണ് നോർവേ ബ്രസീലിനെ തോൽപ്പിച്ചതെന്ന് ഓർക്കുക. അത് കഴിഞ്ഞ് പിന്നീട് അതിന് മുന്നേ 1988 നോർവേയും ബ്രസീലും കളിച്ചിട്ടുണ്ട്. അതിൽ 1-1 സമനിലയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 1997 നോർവേയും ബ്രസീലും ഏറ്റുമുട്ടി. അന്ന് 4-2 നോർവേ ജയിച്ചു. അന്ന് നോർവേയുടെ 2 ഗോൾ അടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ടൊറേ ആന്ത്രേ ഫ്ലോ തന്നെയാണ് ആദ്യം 2 ഗോൾ അടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ലോകകപ്പ് വന്നത്. അന്ന് 2-1 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകകപ്പിൽ ബ്രസീൽ നോർവേ ജയിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2006 വീണ്ടും ബ്രസീലും നോർവേയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചു. അതിൽ സമനിലയായിരുന്നു 1-1. പിന്നെ മിനിഞ്ഞാന്നത്തെ മാച്ച് നമ്മൾ കണ്ടു. അതിൽ ബ്രസീൽ 2-1 തോറ്റു. അപ്പം കഴിഞ്ഞ ദിവസത്തെ മത്സരം കണ്ടു. അതുപോലെ തന്നെ 1998 മത്സരവും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2 മത്സരങ്ങളിലും ബ്രസീലിന് അനവധി ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്, നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ലക്ക് ഇല്ലായ്മ ഈ നോർവേയുടെ ആയിട്ട് കളിക്കുമ്പോൾ ഒരു ലക്കില്ലായ്മ ബ്രസീലിന് പണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ വളരെ കൂലങ്കഷമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വളരെ കൂലങ്കഷമായിട്ട് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബർത്ത് ചില ടീമുകൾക്ക് ചില ടീമുകളെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബൈ ബർത്ത് ജന്മന തന്നെ അവർ ചില ടീമുകളുടെ അടുത്ത് ദുർബലരാണ്. എന്നാൽ ബാക്കിയുള്ള ടീമുകളുടെ അടുത്ത് അവർ നിഷ്കരണം അവരെ തോൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ചില ടീമുകളുടെ അടുത്ത് അവർക്ക് സാധിക്കില്ല. അപ്പോൾ ബ്രസീലിന് അങ്ങനെ ഒരു ഇതുണ്ട്. നോർവേ ആയിട്ട് കളിച്ചാൽ അവരെങ്ങനെ കളിച്ചാലും തോൽക്കും. അതിൻ്റെ അർത്ഥം നോർവേ വലിയ കളിക്കാർ, വലിയ ഭയങ്കര ടീം ആണെന്നല്ല. നോർവേ നല്ല ടീം തന്നെയാണ്. പക്ഷേ ബ്രസീൽ മോശക്കാരും എന്ന് അർത്ഥമാകുന്നില്ല. ഇനി അദ്ദേഹം ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇങ്ങനെ നോർവേയുടെ അടുത്ത് തോറ്റ കാരണം കൊണ്ടായിരിക്കും അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടാവുക. ഈ പെലെയുടെ കാലത്തും അതുപോലെ തന്നെ 1990 വരെ ഈ ബ്രസീലിൻ്റെ ഫുട്ബോൾ കളിക്കാരെല്ലാവരും അവരുടെ നാട്ടിലുള്ള ഫുട്ബോൾ ക്ലബ്ബിലാണ് അധികം കളിച്ചിരുന്നത്. അധികം അതിന് ചുറ്റുപാറ്റുള്ള ഇപ്പോൾ പുറമെ യൂറോപ്പിലേക്കൊന്നും അവരെ ആരും അറിയില്ല. കോപ്പ അമേരിക്ക ഫുട്ബോളൊക്കെ നടക്കുമ്പോൾ അവരുടെ സൗത്ത് അമേരിക്കയിലൊക്കെ അവർ കിരീടമൊക്കെ നേടും. പക്ഷേ അവരുടെ കളിക്കാരെ പുറം ലോകം അങ്ങനെ അറിഞ്ഞിരുന്നില്ല. അവർ ഫ്ലമിംഗോ, അതുപോലെ തന്നെ സാൻഡോസ്, അതുപോലെയുള്ള ബ്രസീൽ ക്ലബ്ബുകളിലാണ് അവർ കളിച്ചു തുടങ്ങുന്നത്. എന്നാൽ 90 ശേഷം ഒരുപാട് കളിക്കാർ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കളിക്കാൻ തുടങ്ങി. 1998 ശേഷം 1996, 97, 98 കാലത്തിൽ പലതരത്തിലുള്ള ഈ റൊണാൾഡോയും റിവാൾഡോയും റോബർട്ടോ കാർലോസൊക്കെ സ്പെയിനിലേക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും കുടിയേറിയിട്ട് അവിടെ ഇതായി. അപ്പം കളിക്കാർക്ക് നാഷണൽ ടീമിൽ കളിക്കാനുള്ള താല്പര്യം കുറഞ്ഞ് വരുന്നൊരു കാഴ്ചയാണ് ബ്രസീലിൻ്റെ കാര്യത്തിൽ കാണുന്നത്. അവരുടെ കളിക്കാർക്ക് അവരുടെ ടീമിൽ കളിക്കണമെന്ന ആഗ്രഹം ചില സമയങ്ങളിലൊക്കെ, ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1998 ഫൈനലിൽ ഫ്രാൻസിനായിട്ട് കളിക്കുമ്പോൾ എല്ലാ പ്രശസ്തരായിട്ടുള്ള കളിക്കാരുണ്ടായിട്ട് പോലും അവർ ഫൈനലിൻ്റെ അന്ന് വലിയ കാര്യമായിട്ട് കളിച്ചില്ല. അതുപോലെ തന്നെ ഈ ഫ്രാൻസിൻ്റെ അടുത്ത് തന്നെ 2006 നടന്ന ലോകകപ്പിൽ വീണ്ടും അവരുടെ ക്വാർട്ടറിൽ ഏറ്റുമുട്ടിയപ്പോൾ അപ്പോഴും അവർ കളിച്ചില്ല. അവർ അലസരായിട്ട് കളിക്കുന്ന പോലെ തോന്നി. അതുപോലെ തന്നെ പരിക്ക് പറ്റുമെന്നൊരു പേടി അവരെന്നെ അലട്ടണ പോലെയൊക്കെ തോന്നി. അതായത്
അരി ഉറപ്പുവരുത്താണ് അവർ ചെയ്യുന്നത്. അവരുടെ സാമ്പത്തിക ഭദ്രത അവർ ഉറപ്പുവരുത്താണ് ചെയ്യുന്നത്. അത് അവർ ക്ലബ്ബിൽ പോയി കളിക്കാൻ പോയാലേ കാശ് കിട്ടുള്ളൂ ആ അർത്ഥത്തിൽ. എന്നാലും ചില ആളുകളൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കളിക്കാരെല്ലാം ഒരു 17 വയസ്സ് 18 വയസ്സാകുമ്പോഴേക്കും എല്ലാവരും യൂറോപ്പിലേക്കും അതുപോലെ പല ഭാഗങ്ങളിലേക്കും കുടിയേറി അവിടെ കളിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിലെ കളിക്കാർക്ക് ശാരീരികമായിട്ട് അവർ അത്ര പോരാ. എന്നും ബ്രസീലിൻ്റെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ബാക്ക് നിരയാണ് അവരുടെ ഏറ്റവും വലിയ വീക്ക്. പഴയ കാലത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ബാക്ക് നിര വളരെ വീക്കാണ്. നിങ്ങൾക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് 1982 വേൾഡ് കപ്പിൽ ഇറ്റലിയായിട്ട് കളിക്കുന്ന മത്സരത്തിൽ ബാക്ക് സൈഡിലുണ്ടായ പിഴവുകളിലാണ് പോളോ റോസി അവിടെ ഗോളുകളെല്ലാം അടിച്ചത്. ബാക്ക് അവരുടെ എപ്പോഴും ദുർബലമാണ്. അവരുടെ ബാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കളിക്കാൻ തുടങ്ങുമ്പോൾ ആ ബാക്കുകളൊക്കെ ഏറ്റവും ഫ്രണ്ടിൽ വരും, ഫോർവേഡുകളുടെ അടുത്ത് അവരുണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ചു ഓടി വീണ്ടും ബാക്ക് സൈഡിലേക്ക് പോകണം. അത് ചിലവർ പൂലിയ. അപ്പോൾ ആ സമയത്ത് അവർ ഗോളടിക്കും. അതേസമയം ഒരേ സമയം കയറി ഇറങ്ങി കളിക്കാൻ പറ്റുന്ന പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായി കളിച്ചിട്ടുമുണ്ട്. പക്ഷേ പൊതുവെ ബാക്ക് സൈഡും ഗോൾ കീപ്പറുമാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അവരുടെ ഏറ്റവും പോസിറ്റീവ് സൈഡായിരുന്നത് അവരുടെ മധ്യനിരയും അതുപോലെ തന്നെ അവരുടെ സ്ട്രൈക്കേഴ്സാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് അവരുടെ മധ്യനിര, എല്ലാ മധ്യനിരക്കാരും നല്ല മികച്ച കളിക്കാരായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫോർവേഡുകളും മോശക്കാരായിരുന്നില്ല. ഇപ്പോഴും ബ്രസീലിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ബാക്ക് നിരയാണ് ഏറ്റവും മോശം. അതേസമയം മധ്യനിരയും ഫോർവേഡൊക്കെ വലിയ കുഴപ്പമില്ല. ഇത്തവണത്തെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീലിന് അവർക്ക് മധ്യനിരയൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ബാക്ക് നിരയും മോശമായിരുന്നു. അവരുടെ സ്ട്രൈക്കേഴ്സ് പോരാ. റയാനൊക്കെ 19 വയസ്സുള്ള പയ്യനാണ്, പക്ഷെ അവന് അതുപോലെ തന്നെ ലൂയിസ് എൻട്രിക്കൊക്കെ അവർ ഫിനിഷിങ്ങിൽ വളരെ മോശമായിരുന്നു. അതായത് വിനീഷ്യസ് ജൂനിയറിന് വീനിക്ക് കോമ്പിനേഷൻ കിട്ടുന്ന രീതിയിലുള്ള നെയ്മറിനെ പോലെയോ അതുപോലെ തന്നെ ഉള്ളവർ അതേ കാലിബറുള്ളവർ ഇത്തവണ ടീമിലുണ്ടായിരുന്നില്ല. നെയ്മറിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പരിക്കായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നെയ്മറിന് പൊതുവെ ശാരീരികമായിട്ടുള്ള ശേഷിയൊന്നുമില്ല. റൊണാൾഡോ നസാരിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ശേഷി ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ അവൻ ഭയങ്കര ശക്തനായിട്ട് തിരിച്ചു വന്നു. ഭയങ്കര സ്പീഡും അതുപോലെ തന്നെ ബോഡിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ത്രൈവ് ചെയ്തു. അപ്പോൾ ബ്രസീലിന് ഇനി നേടാവണമെന്നുണ്ടെങ്കിൽ അവർ പുറത്തേക്കൊന്നും അധികം കളിക്കാൻ പോകാതിരിക്കുക, അവരുടെ നാട്ടിൽ കളിക്കുക, അങ്ങനെ പല ടെക്നിക്കുകളും നടപ്പിലാക്കി അങ്ങനെ വേൾഡ് കപ്പിൽ ഇറങ്ങുക, രാജ്യത്തിന് വേണ്ടി കളിക്കുക, വളരെ പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കുക. അതാണ് ബ്രസീലിന് ഇനി വേണ്ട ഒരു കാര്യം. ഇനി വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം ചെല്ലും തോറും ലോകകപ്പ് സംഘടിപ്പിച്ച് തന്നെ ഈ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോകകപ്പ് സംഘടിപ്പിച്ചത് തന്നെ. പക്ഷേ അത് ഉണ്ടാക്കിയ അത് ആരംഭിച്ച കാലത്തുള്ള കാര്യങ്ങളൊന്നല്ല ഇപ്പം നടക്കുന്നത്. അന്ന് ആരംഭിച്ചപ്പോൾ ഓരോ രാജ്യങ്ങളും കളിയിൽ മികവുള്ള രാജ്യങ്ങളെ കണ്ടെത്തി അവർക്ക് കപ്പ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അന്ന് ഇത് തുടങ്ങിയത്. എന്നാൽ ഇന്ന് ഈ ലോകകപ്പ് മത്സരങ്ങളെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ഇപ്പം നമ്മൾ ശക്തമായിട്ട് നോക്കുകയാണെങ്കിൽ, പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ക്ലബ്ബ് ഫുട്ബോൾ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ ടീം ഭയങ്കരമായി ഫ്രാൻസിൻ്റെ ടീം ജയിച്ചു, ഫ്രാൻസിൻ്റെ ടീം അപ്പടി ചെയ്തു, ഫ്രാൻസിൻ്റെ ടീം ഇപ്പിടി ചെയ്തു എന്നൊക്കെ പറയും. അതിലുള്ള കളിക്കാരെല്ലാം എവിടുത്തുകാരാണ്? അതിൽ ഫ്രാൻസുകാരായിട്ടുള്ള ഒറിജിനൽ ഫ്രാൻസുകാർ എവിടെയാണ്? ആരൊക്കെയാണ് ഒറിജിനൽ ഫ്രാൻസുകാർ? ബാക്കി കുടിയേറ്റത്തിലൂടെ വന്ന് താമസിച്ച് ഫ്രാൻസിന് വേണ്ടി കളിക്കുന്ന കളിക്കാരൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ 1998 അവർ കപ്പ് നേടിയപ്പോൾ അവരുടെ
അവരുടെ ടീമിലുണ്ടായിരുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടിയിട്ടാണ് ഒരു ടീം. ശരിക്കും പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ടീമാണ് ഫ്രാൻസ് ഇറക്കിയത്. എന്നിട്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. സിദാൻ ശരിക്കും പറഞ്ഞാൽ അൾജീരിയൻ വംശജനാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നു. അത് പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഒരു തുറാമൊക്കെ ഉണ്ടായിരുന്നു. അയാളൊക്കെ ഏത് നാട്ടുകാരനാണെന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവർ കപ്പ് നേടിയത്. അതേസമയം ബ്രസീലിൻ്റെ അടുത്ത് നോക്കി, അവരെല്ലാം ശരിക്കും ബ്രസീലുകാർ തന്നെയാണ്. പുറമേ നിന്നുള്ള ആൾക്കാരൊന്നും അതിനകത്ത് ഉണ്ടാവാൻ വളരെ സാധ്യത വളരെ കുറവാണ്. അതേസമയം ജർമ്മനിയിൽ വളരെ 1-2 പേരൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. മിറോസ്ലേവ് ക്ലോസെ, അതുപോലെ തന്നെ ലെവൻഡോവ്സ്കി, അവരെല്ലാം പോളിഷ് വംശജരാണ്. പക്ഷെ അതെല്ലാം 1% 1-2 കളിക്കാർ മാത്രമേ ഉള്ളൂ. ഫ്രാൻസിലൊക്കെ വളരെ മെജോറിറ്റിയും പുറമേ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന് കുടിയേറിയിട്ട് താമസിക്കുന്നവരുടെ ഇതാണ്. അപ്പോൾ രാജ്യങ്ങളുടെ മികവിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഫുട്ബോൾ മത്സരത്തിൽ അതിൻ്റെ പ്രസക്തി പോയി പല രാജ്യങ്ങളിൽ നിന്ന് ഓരോ രാജ്യക്കാരും പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന രീതി. പഴയ കാലത്ത് 1.5 പറ കണ്ടുണ്ടെങ്കിൽ അവിടെ സെവൻസ് ഫുട്ബോൾ നടത്തുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്. അതായത് എനിക്ക് വേണമെങ്കിൽ ഏത് കളിക്കാരനെ വേണമെങ്കിലും കൊണ്ടുവന്ന് കളിപ്പിക്കാം എൻ്റെ ടീമിൽ. അങ്ങനെ പഴയ കാലത്ത് തൃശ്ശൂർ ജിംഖാനയെന്നും, അതുപോലെ തന്നെ അരീക്കോടെന്നും, അതുപോലെ തന്നെ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോന്നും, പെരിന്തൽമണ്ണയിൽ നിന്നും, അതുപോലെ തന്നെ പ്രീമിയർ ടയേഴ്സിൽ നിന്ന് പോലും ആൾക്കാർ പല കണ്ടങ്ങളിൽ നടക്കുന്ന വലിയ ഫേമസ് ആയിട്ടുള്ള കളിക്കാർ പല കണ്ടങ്ങളിൽ നടക്കുന്ന കളികളിലൊക്കെ വന്ന് പങ്കെടുക്കാറുണ്ട് ചെറിയ ചെറിയ ഫീസിന്. അപ്പോൾ ആ ലെവലിലേക്ക് ലോകകപ്പിൽ ചില ആളുകൾ, ചില ടീമുകളൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള ടീമുകൾക്ക് അവരുടെ രാജ്യത്തിൻ്റെ പേര് പറയാൻ വലിയ മഹിമയൊന്നുമില്ല. ആ രാജ്യത്തെ ആൾക്കാർ, ഇവിടുത്തെ തനതായിട്ടുള്ള ആൾക്കാർ മത്സരിച്ച് അവർ ജയിക്കട്ടെ. ഇനി ഞാൻ നടത്തം തുടങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഒരാൾ കണ്ടു. അയാൾ ചോദിച്ചു, ജർമ്മനി നേരത്തെ പോയില്ലേ ടോണി, എന്താ ഇപ്പം അവരുടെ അവസ്ഥ, എന്താണ് അതിന് കാരണം? ജർമ്മനി ഇത്തവണ നേരത്തെ പോയി. ജർമ്മനിയുടെ യഥാർത്ഥത്തിലുള്ള കളി, ജർമ്മനിയുടെ വിഭജനത്തിന് ശേഷം ഈസ്റ്റ് ജർമ്മനി എന്നും വെസ്റ്റ് ജർമ്മനി എന്നും രണ്ടായിട്ട് തരംതിരിച്ച് ഒരു ബെർലിൻ മതിലൊക്കെ വന്നല്ലോ. അതിനുശേഷം ഈസ്റ്റ് ജർമ്മനി എന്നും വെസ്റ്റ് ജർമ്മനി എന്നും ഉള്ള 2 പേരിലായിട്ട് അവരുടെ ഫുട്ബോൾ ടീം കളിക്കാൻ വന്നിട്ടുണ്ട്. അതിൽ വെസ്റ്റ് ജർമ്മനി എന്നുള്ള പേരിൽ ഇറങ്ങിയിട്ടുള്ള ടീമാണ് ഇറങ്ങുന്ന ആ കാലത്താണ് ജർമ്മനിയുടെ ഏറ്റവും പ്രതാപകാലം എന്ന് പറയപ്പെടുന്നത്. അതൊരു 1.5 കാലഘട്ടം ആയിരുന്നു. അത് 1990 ലോകകപ്പോട് കൂടിയിട്ട് തീർന്നു. 1990 ലോകകപ്പിന് ശേഷമാണ് വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനി വീണ്ടും ഒന്നിപ്പിച്ചു. അപ്പോൾ ഒന്നിപ്പിക്കുന്നതിന് മുന്നേയുള്ള കാലഘട്ടത്തിൽ വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞ പേരിൽ അവർ ഇറങ്ങിയ ടീമാണ്. അവരുടെ ലോകകപ്പ് ചരിത്രത്തിലായാലും യൂറോപ്യൻ കപ്പ് ചരിത്രത്തിലായാലും അവരുടെ ഏറ്റവും വീറുറ്റ മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ ഒരു ലോകകപ്പിൽ ഹംഗറിയുടെ അടുത്ത് പ്രാഥമിക മത്സരത്തിൽ അവർ വളരെ ദയനീയമായിട്ട് തോറ്റതാണ്. അതിനുശേഷം തട്ടിത്തിരിഞ്ഞ് ആ ലോകകപ്പിൻ്റെ ഫൈനലിലെത്തിയപ്പോൾ അവർ വെസ്റ്റ് ജർമ്മനി ഹംഗറിയെ ഫൈനലിൽ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സ്റ്റേജിൽ അവരെ വളരെ മോശമായിട്ട് തോൽപ്പിച്ചു ഹംഗറി. അന്ന് ഹംഗറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹംഗറിയിൽ മികച്ച കളിക്കാരുണ്ടായിരുന്നു. മികച്ച കളിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും സൂപ്പർ കളിക്കാരായിരുന്നു. ഗാലപ്പിംഗ് മേജർ എന്നറിയപ്പെട്ടിരുന്ന
ക്യാപ്റ്റനെന്നോ മേജറെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാവുന്ന ഫ്രങ്ക് പുഷ്കാസ് ഒരു ഗോളടി യന്ത്രം തന്നെയായിരുന്നു. ബെസ്റ്റ് കളിക്കാരനായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ലോകകപ്പിൽ അന്നത്തെ കാലത്ത് ഏറ്റവും അധികം ഗോളടിച്ചിരുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു. അയാളുടെ പേര് സാൻഡോർ കോക്സിസ്. പിന്നെ ജോസഫ് ബോസിക്ക്, അതുപോലെയുള്ള ഒരുപാട് കളിക്കാർ ഹംഗറിയിലുണ്ടായിരുന്നു. അവരെയാണ് വെസ്റ്റ് ജർമ്മനി ഫൈനലിൽ തോൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റ് ജർമ്മനി ഇറ്റലിയുടെ അടുത്ത് കളിക്കുകയുണ്ടായി. അപ്പോൾ അതിലുള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റ് ജർമ്മനിയുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനി വെസ്റ്റ് ജർമ്മനി ആയിട്ട് കളിക്കുന്ന കാലത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ഗോൾ അവർക്കെതിരെ അടിച്ചു കഴിഞ്ഞാൽ പോയി മോനെ. അവർ പിന്നീടുള്ള അത് കളിയുടെ തുടക്കത്തിലങ്ങാനാണ് നമ്മൾ അടിച്ചിരുന്നെങ്കിൽ, നമ്മളൊരു ഗോൾ അവർക്കെതിരെ അടിച്ചു, കളിയുടെ തുടക്കത്തിലാണ് അടിച്ചു കഴിഞ്ഞാൽ അവർ അതിശക്തമായിട്ട് തിരിച്ചു വരികയും കളി തീരാറാവുമ്പോഴേക്കും അവർ കൊട്ടക്കണക്കിന് ഗോളുകൾ നമ്മുടെ പോസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ റെസിലിയൻസ് ഉണ്ടായിരുന്ന ഒരു വീറും വാശിയും ഒക്കെ ഉണ്ടായിരുന്ന ടീമായിരുന്നു വെസ്റ്റ് ജർമ്മനിയുടെ. അവരുടെ കളിക്കാരെല്ലാവരും ഭയങ്കര കളിക്കാരായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസ് ബക്കംബോർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഊവെ സീലർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഗബ്രവ്സ്കി, അതുപോലെ തന്നെ അവരുടെ ഹാൻസ് പീറ്റർ ബ്രീഗൽ, അതുപോലെ തന്നെ കാൾ ഹൈൻസ് റുമനിഗെ, ആൻഡ്രിയസ് ബ്രിമ്മെ, അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഞങ്ങളെപ്പോഴും പറയാറുണ്ടായിരുന്നു ആ കാലത്ത്, വെസ്റ്റ് ജർമ്മനിയുടെ ഉള്ളിലൊരു ബ്രസീലുകാർ കളിക്കണ പോലെ ഒരു കളിക്കാരുണ്ടായിരുന്നു. വെസ്റ്റ് ജർമ്മനിയുടെ ഉള്ളിൽ ബ്രസീലിൻ്റെ സ്റ്റൈൽ കളിക്കുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു. മെലിഞ്ഞ് വെളുത്ത് മൂക്ക് നിന്നിട്ടുള്ള കളിക്കാരൻ. അയാളുടെ പേര് പിയറി ലിറ്റർ ബാസ്കി എന്നായിരുന്നു. അദ്ദേഹം 1990 ലോകകപ്പ് ഫൈനലിലും അതിന് തൊട്ട് മുന്നത്തെ ലോകകപ്പിലും ഒക്കെ മികച്ച കളി കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പിയറി ലിറ്റർ ബാസ്കി. അദ്ദേഹത്തെ നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാലേ അറിയുള്ളൂ. ഒരു ബ്രസീൽ സ്റ്റൈൽ ഡ്രിബ്ലിങ്ങിൻ്റെ ഒരു വ്യക്തിയായിരുന്നു. ആദ്യം ഫൗളുകളൊന്നും ചെയ്യാത്ത ബ്രസീൽ സ്റ്റൈല് ഡ്രിബ്ലിങ് നടത്തിയിരുന്ന ഒരു കളിക്കാരനായിരുന്നു പിയറി ലിറ്റർ ബാസ്കി. പിന്നെ നമ്മൾക്ക് അറിയാം ലോതർ മത്തയസ്, അതുപോലെ തന്നെ തോമസ് ബെർത്തോൾഡ്, അതുപോലെ തന്നെ ക്ലിൻസ്മൻ, അതുപോലെ തന്നെ റൂഡി ഫുള്ളർ, അതുപോലെ തന്നെ ക്ലോസ് അലോസ്, കാൾ ഹൈൻസ് ഷെനിഞ്ചർ, കാൾ ഹൈൻസ് ഫോസ്റ്റർ, അങ്ങനെ ഒരുപാട് കളിക്കാർ. പിന്നെ എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയേണ്ട ഒരു കളിക്കാരൻ പോൾ ബ്രൈറ്റ്നർ എന്ന് പറഞ്ഞ കളിക്കാരുണ്ടായിരുന്നു. 1974 ലോകകപ്പ് ഫൈനലിൽ ഗോളടിച്ച കളിക്കാരനായിരുന്നു പോൾ ബ്രൈറ്റ്നർ. അത് കഴിഞ്ഞ് 1978 കഴിഞ്ഞു. 1982 ഫൈനലിൽ ഇറ്റലിയും വെസ്റ്റ് ജർമ്മനിയും വന്നല്ലോ. ആ മത്സരത്തിലും ആ മത്സരത്തിലെ അവസാനത്തെ ഗോളടിച്ചത് പോൾ ബ്രൈറ്റ്നറാണ്. അപ്പോൾ 2 ലോകകപ്പിൻ്റെ ഫൈനലുകളിൽ സ്ട്രൈക്കറല്ലാത്ത ഒരാൾ ഗോളടിച്ചുള്ള പോൾ ബ്രൈറ്റ്നറാണ്. അതിനുശേഷം പല ഡിഫറൻസും വന്നിട്ടുണ്ടോ ഇപ്പം, പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു വലിയ ഒരു കാര്യമായിരുന്നു. അങ്ങനെ കളിച്ചിട്ടുള്ളൊരു ടീമാണ് വെസ്റ്റ് ജർമ്മനി. 1986 നിങ്ങൾക്കറിയാം, അന്നും ഒരു ഫൈനലിലെത്തി. അന്ന് അവസാനം ബുർഷാഗ ഒരു ഗോളടിക്കുന്നതിന് മുന്നേ, അവസാനം ഗോളടിക്കുന്നതിന് അത് മറഡോണയുടെ ബുദ്ധിയാണ്. ബുർഷാഗയ്ക്ക് ആ ഗോള് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധി ഉണ്ടായിട്ടുള്ളത് മറഡോണയാണ്. ആദ്യം ലൂയിസ് ബ്രൗണിൻ്റെ ഹെഡിലൂടെ അർജൻറ്റീന ആദ്യം ഗോളടിച്ചെങ്കിലും പിന്നെ ആദ്യം അവർ ആ ഗോളടിച്ചോട് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു തിരമാല പോലെ അവരടി. അവസാനം 2-2 അവസാനം അർജൻറ്റീന ഒരു മറഡോണയുടെ ഒരു കണ്ണിങ് പാസിലൂടെയാണ് ബുർഷാഗ ആ ഗോളടിച്ചത്.
അതുകൊണ്ടാണ് അന്ന് വെസ്റ്റ് ജർമ്മനീനെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റിയത്. പക്ഷെ ശരിക്കും അന്ന് മറഡോണ അന്ന് അർജൻറ്റീന വേർത്ത് പോയി വെസ്റ്റ് ജർമ്മനീൻ്റെ അടുത്ത്. അന്ന് അവസാനത്തെ ആ ഗോളടിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബുർഷാഗ ഓടുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ 2-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടുള്ള ഹാൻസ് പീറ്റർ ബ്രീഗൽ ഭയങ്കര സ്പീഡുകാരനും ഭയങ്കര ബാക്കായിരുന്നു. അവൻ ഒരു സെക്കൻഡും കൂടി വൈകിയിരുന്നെങ്കിൽ ബുർഷായിക്ക് ആ ഗോളടിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയുള്ള പിന്നെ അവർ വളരെ ഹൈ ബോൾ കളിക്കും വെസ്റ്റ് ജർമ്മൻകാർ. ഹൈ ബോൾ കളിച്ചിട്ട് അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാക്കും. അത് തടുക്കാൻ ഒരു കൊടുങ്കാറ്റെന്ന് പറയാൻ, ഫുട്ബോളിൽ കൊടുങ്കാറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ വെസ്റ്റ് ജർമ്മൻകാർ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ദിവസം ഹാളണ്ട് ഗോളടിച്ചു എന്ന് പറഞ്ഞു. ഒരു കൊടുങ്കാറ്റ് പോലെ ഗോളടിച്ചത്. മറ്റേ ഒരു ഗോളിന് പിന്നിൽ നിന്നിരുന്ന വെസ്റ്റ് ജർമ്മനി ഒരു കൊടുങ്കാറ്റായിരുന്നു. ഒരു പ്ലെയറല്ല, എല്ലാ പ്ലെയർമാരും കൊടുങ്കാറ്റാണ്. അതിൽ റുമനിക ഭയങ്കര കളിക്കാരനാണ്. റുമനിക അസലായിട്ട് കളിച്ചു. അങ്ങനെ ഒരുപാട് വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിയിട്ടുള്ള ടീമാണെന്ന് വെസ്റ്റ് ജർമ്മനി. വെസ്റ്റ് ജർമ്മനീൻ്റെ അടുത്ത് കടന്ന് കൂടുക അത്ര എളുപ്പമല്ല. അങ്ങനെയുള്ള വെസ്റ്റ് ജർമ്മനി പിന്നെ അതിന് ശേഷം 1990 ശേഷം വെസ്റ്റ് ജർമ്മനി എന്നുള്ള ഏതൊക്കെ എടുത്ത് മാറ്റി വെറും ജർമ്മനിയായി. 2 ജർമ്മനികളും ചോദിച്ചു. 2 ജർമ്മനികളും ചോദിച്ചപ്പോൾ എന്തുണ്ടായി, അവരുടെ ചൂരും ചൂടൊക്കെ പോയി. അവർ നനഞ്ഞ തോർത്തായിട്ട് മാറി. അവർ 2014 ബ്രസീലിൽ വെച്ചിട്ട് കപ്പൊക്കെ നേടിയെങ്കിലും അവർ അന്നത്തെ പഴയ കാലത്തുള്ള വീറും വാശിയൊക്കെ പോയി. അല്ലെങ്കിലൊന്നും അവർ ഈ ലോകകപ്പിൽ അന്നത്തെ ടീമായിട്ട് അതുപോലെയുള്ള വാശിയുള്ള ടീമാണെങ്കിൽ അവർ ഒരിക്കലും തോറ്റ് പുറത്ത് പോകുമായിരുന്നില്ല. അപ്പോൾ ജർമ്മനി വെസ്റ്റ് ജർമ്മനി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന കാലത്താണ് അവരുടെ ഏറ്റവും മികച്ച ടീമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതൊക്കെയാണ് കളി എന്ന് പറയുന്നത്. എന്താ ഒരു കളിയുടെ ഞങ്ങളെപ്പോഴും പറയും വെസ്റ്റ് ജർമ്മനിക്കെതിരെ ആദ്യത്തെ 5 മിനിറ്റിൽ ഗോള് അടിക്കണേ ഏതെങ്കിലും ടീം എന്ന് പറയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ശരിക്കുള്ള കളി വരിക. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്വാർട്ടർ ഫൈനലും നല്ലൊരു ഫൈനലും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.